വലിയ നോമ്പിന്റെ 3-ാം ഞായറാഴ്ച പരിശുദ്ധ സഭ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഖബർനഹൂമിലെ ഭവനത്തിലേക്കാണ്. വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളരെ അനുകൂലമായ ഒരു ഉത്തരം നേടിയെടുക്കുന്നതിന്റെ സംഭവമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ പറഞ്ഞു തരുന്നത്. തങ്ങളുടെ രോഗിയായ ഒരു സുഹൃത്തിന് അവന്റെ പരിപൂർണമായ ഒരു സൗഖ്യം ആവശ്യപ്പെടുന്ന 4 സഹോദരങ്ങളുടെ വളരെ സാഹസികമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ നോമ്പുകാലത്തിന്റെ പുതിയ തലങ്ങളെ സ്പർശിക്കുന്ന പക്ഷപാതക്കാരന്റെ സൗഖ്യത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, സഹോദരനോടൊപ്പമാകുന്ന ഒരു നോമ്പുകാലമാണ് നമുക്ക് വേണ്ടത്. സഹോദരന്റെ സൗഖ്യം ആവശ്യപ്പെടുന്ന, സഹോദരന്റെ സൗഖ്യം ലഭിക്കേണ്ട ഒരു നോമ്പുകാലമായിരിക്കണം ഈ നോമ്പുകാലം. ഈ 4 സുഹൃത്തുക്കൾ, അവര് 4 പേരും ഏക മനസ്സോടെ, ഏക ഹൃദയത്തോടെ, ഏക വിശ്വാസത്തോടെ, ഏക അധ്വാനത്തോടെ ഈ രോഗിയുടെ കട്ടിലിൽ പിടിച്ചതുകൊണ്ടാണ് അവന് സൗഖ്യം ലഭിച്ചതെന്ന് നമുക്കറിയാം. ഈ കൊച്ചു സമൂഹത്തിന്റെ മാനസികമായ ഐക്യവും വിശ്വാസത്തിലുള്ള ഐക്യവുമാണ് ഈ സഹോദരൻ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുവാൻ കാരണമായത്. അവരുടെ വിശ്വാസത്തിന്റെ പോരാട്ടം, വിശ്വാസത്തിന്റെ വീര്യം തളരാതെ തങ്ങളുടെ സഹോദരന്റെ മുറിവിനെ ഉണക്കുവാനായി അവരെടുക്കുന്ന അതിസാഹസികമായ പ്രവർത്തനം, ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പ്. മുറിവുകളെ ഉണക്കുന്ന, ബന്ധനങ്ങളെ അഴിച്ചുവിടുന്ന, ബന്ധനസ്ഥർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന വലിയ ഒരു നോമ്പുകാലം. സഹോദരനോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ നോമ്പ് എന്ന തിരുവചനവും നമ്മുടെ നോമ്പിലെ ആരാധനാക്രമങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഈ സഹോദരങ്ങൾ പങ്കുവെക്കുന്ന വിശ്വാസത്തിന്റെ ഐക്യമാണ് നമുക്കും വേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ നമ്മുടെ ഐക്യത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, ജനക്കൂട്ടത്തിന്റെ പ്രലോഭനത്തെ അതിജീവിക്കേണ്ട ഒരു നോമ്പുകാലം. ജനക്കൂട്ടം വളരെ ശക്തമായിട്ടാണ് ക്രിസ്തുവിന്റെ തിരുവചനത്തെ കേട്ടിവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ തിരുവചനത്തെ മാത്രമല്ല, ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തനങ്ങളെയും ഒക്കെ താല്പര്യപ്പെട്ടായിരിക്കാം ഈ ജനക്കൂട്ടം ഇവിടെ നിൽക്കുന്നത്. എന്നാൽ അതിനെയും അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഈ സഹോദരങ്ങളുടെ ഒരു രണ്ടാമത്തെ അതിസാഹസികമായ ഒരു പ്രവർത്തനം, അവരതിനെ അതിജീവിക്കുകയാണ്. മേൽക്കൂര പൊളിച്ച് ക്രിസ്തുവിന് മുമ്പിലേക്ക് തങ്ങളുടെ സഹോദരനെ ഇറക്കുവാൻ തക്കവണ്ണം അവർ താല്പര്യപ്പെടുകയാണ്. ജനക്കൂട്ടം എന്നും പ്രതിസന്ധിയാണ്. സത്യം നടക്കേണ്ടിടത്ത് അതിനെ മൂടിവെച്ച് അസത്യത്തെ പുകഴ്ത്തുന്ന ജനക്കൂട്ടത്തിന്റെ നടപടികളൊക്കെ എന്നും നമ്മുടെ സമൂഹത്തിന് എന്നും ജീർണത മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ ജനക്കൂട്ടത്തെ പേടിച്ചാണ് യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിലേക്ക് പോയത്. ആ ജനക്കൂട്ടത്തിന്റെ ദൈവമാക്കാനുള്ള പദ്ധതി നിർവീര്യമാക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ അവന്റെ കഷ്ടാനുഭവ സമയങ്ങളിലെല്ലാം കാണുന്നത്. അവനും തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് മരുഭൂ അനുഭവത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ പ്രലോഭനങ്ങൾ എന്നും മനുഷ്യ ജീവിതത്തിൽ അവരുടെ ധാർമ്മികതയും അവരുടെ സത്യത്തെയും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ സമൂഹം വരുന്നുണ്ട്. അവിടെയാണ് സത്യം കുഴിച്ചു മൂടുന്നതും അസത്യം വളരുന്നതും സത്യത്തിന്റെ നല്ല മുഖങ്ങളെ കൊലയ്ക്ക് കൊടുക്കേണ്ട വരുന്ന അനുഭവം അതുകൊണ്ടാണ്. അതുകൊണ്ട് പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് അത് നന്മ മാത്രമല്ല, അതൊരു തിന്മയുമാണ് എന്ന്, അതൊരു പൈശാചിക ശക്തിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കും. അവന്റെ എത്രയോ വർഷങ്ങളായി ആ കിടക്കയിൽ അവൻ കിടക്കുന്നു. അവന്റെ ശരീരത്തിന്റെ വേദന, അവന്റെ വിയർപ്പ്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ വൈകാരിക എല്ലാ അനുഭവങ്ങളും ആ കിടക്കയിലുണ്ട്. ആ കിടക്ക ഇവിടെ ഉപേക്ഷിച്ചു പോകാനല്ല, പിന്നെയോ തങ്ങളുടെ സഹോദരങ്ങൾ എടുത്തുകൊണ്ടുവന്ന് മച്ച് പൊളിച്ച് ക്രിസ്തുവിന് മുമ്പിലേക്ക് ഇറക്കിയ ആ കിടക്ക അവിടെ കൊണ്ട് ഉപേക്ഷിക്കാനല്ല, അത് എടുത്തു നടക്കാനാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. കിടക്കകൾ നാം ഉപയോഗിച്ച, നാം ജീവിച്ചു വന്ന പഴയകാല ജീവിതത്തിന്റെ കണ്ണീരനുഭവങ്ങളെ മറക്കുവാനല്ല ക്രിസ്തു ഇവിടെ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മെ നടത്തിയ ദൈവകൃപയോർത്തുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം കൂടുതൽ അനുതാപത്തോടുകൂടി എടുക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഇവിടെ ആ സഹോദരങ്ങൾ എടുത്ത നോമ്പാണ് ഈ കിടക്കയെടുത്തത്. ഈ സഹോദരനോടും കർത്താവ് ആവശ്യപ്പെടുകയാണ്, നീ എടുക്കേണ്ട നോമ്പ് ഈ കിടക്കയെടുക്കുക എന്നുള്ളതാണ്. അവരുടെ നോമ്പുകാലം ആ 4 സഹോദരങ്ങളും ഇവനും, അപ്പോൾ 5 പേരും ചേർന്ന് ഈ കിടക്കയെടുക്കുന്ന
അവരുടെ നോമ്പ്. ആ നോമ്പിനെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെടുത്ത് ആ കിടക്ക സൗഖ്യം കിട്ടുമ്പോൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നതല്ല എൻ്റെ നന്ദി അർപ്പണം. അത് ഞാനും കൂടെ എടുത്ത് അതിന്റെ വേദനയും അതിന്റെ പ്രയാസവും ഞാനും കൂടെ അറിഞ്ഞ് കഴിഞ്ഞകാല ജീവിതത്തെയും നന്ദിപൂർവ്വം ഓർക്കുന്ന ഒരു നോമ്പുകാലമാണ് ഇവിടെ പക്ഷപാതക്കാരൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവിടെ ദൈവദൂഷണങ്ങൾക്ക് പ്രസക്തിയില്ല. അവിടെ പാപങ്ങൾ പരിപൂർണമായി മോചിക്കപ്പെടുകയാണ്. അവിടെ ജനക്കൂട്ടത്തിന്റെ എല്ലാ അപവാദങ്ങൾക്കും ക്രിസ്തു തന്നെ മറുപടിയാവുകയാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലം സഹോദരന്റെ സൗഖ്യം ആവശ്യപ്പെടുന്ന ഒരു നോമ്പുകാലമാകട്ടെ. ജനക്കൂട്ടത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ഒരു നോമ്പുകാലമാകട്ടെ. കിടക്ക എടുത്ത് നടക്കുന്ന നന്ദിയുടെയും സ്നേഹത്തിന്റെയും ഒരു നോമ്പ്. യുധിഷ്ഠിരനും കർണനും ഒരുപോലെ ദാനധർമ്മം ചെയ്യുന്നവരാണ്. അവർക്കതിന് മടിയില്ലാത്തവരാണ്. എങ്കിലും യുധിഷ്ഠിരേക്കാൾ ദാനദാതാവായി കാണുന്നത് കർണനെയാണ്. അതെന്തുകൊണ്ടാണ്? ഉടനെ കൃഷ്ണൻ പറയുകയാണ്, നീ എന്റെ കൂടെ വാ. രണ്ടുപേരും ബ്രാഹ്മണ വേഷം ധരിച്ച് രണ്ടുപേരും യുധിഷ്ഠിരന്റെ സഭയിലെത്തുകയാണ്. യുധിഷ്ഠിരനോട് കൃഷ്ണൻ ആവശ്യപ്പെടുന്നു, അല്ലയോ പ്രഭു, ഞങ്ങൾക്ക് പൂജ ചെയ്യുവാൻ തക്കവണ്ണം ചന്ദനമുട്ടികൾ വേണം. ഉടനെ യുധിഷ്ഠിരൻ പെട്ടെന്ന് തന്നെ തന്റെ ഭടന്മാരെ വെളിയിലേക്ക് അയക്കുകയാണ്. കൊട്ടാരത്തിന് വെളിയിലും കാട്ടിലുമെല്ലാം ചന്ദന തടി അന്വേഷിച്ചു. തികഞ്ഞ മഴക്കാലമായതിനാൽ ഉണങ്ങിയ ചന്ദന തടികൾ കിട്ടിയില്ല. അവര് തിരിച്ചു വന്ന് യുധിഷ്ഠിരോട് പറഞ്ഞു, അല്ലയോ പ്രഭു, ഞങ്ങൾക്ക് ഉണങ്ങിയ ചന്ദന തടികൾ കിട്ടിയില്ല, നനഞ്ഞ ചന്ദന തടികളുണ്ട്. യുധിഷ്ഠിരർ നിസ്സഹായനായി ഇവരോട് പറഞ്ഞു, നിങ്ങൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് ചെയ്തു തരണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ ഉണങ്ങിയ ചന്ദന തടികൾ നമുക്ക് കിട്ടാനുള്ള കാലമല്ലല്ലോ. അവർ വീണ്ടും കർണന്റെ സഭയിലെത്തി. കർണനോടും ഇതേ ആവശ്യം ഉന്നയിച്ചു. കർണൻ ഉടനെ തന്നെ പറഞ്ഞു, മഴക്കാലമാണല്ലോ, എങ്ങനെയാണ് ചന്ദനത്തടികൾ കിട്ടുക? നിങ്ങൾക്ക് ഉണങ്ങിയ ചന്ദനത്തടികൾ കിട്ടിയാലല്ലേ പൂജ ചെയ്യാൻ പറ്റൂ. കർണൻ അവരെ അല്പനേരം അവിടെ ഇരുത്തിയിട്ട് അവൻ ഉടൻ തന്നെ തന്റെ ഭടന്മാരോട് പറഞ്ഞു, ഈ കൊട്ടാരത്തിന്റെ ചന്ദനത്തടികൾ കൊണ്ടുണ്ടാക്കിയ വാതിലുകളും ജനലുകളും എല്ലാം പൊളിക്കുക, അതെല്ലാം വേണ്ടി വിറകാക്കുക. അവർ അതുപോലെ ചെയ്തു. അവർ ആ ചന്ദന തടികൾ കൊണ്ടുണ്ടാക്കിയ ജനലുകളും വാതിലുകളും എല്ലാം വെട്ടി വിറകാക്കി അവർക്ക് രണ്ടുപേർക്കും കൊടുത്തുവിട്ടു. ഒരു സന്തോഷപൂർവ്വം തിരികെ മടങ്ങിപ്പോയി. പോയ വഴിക്ക് കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, അർജുന, നിനക്ക് മനസ്സിലായോ? യുധിഷ്ഠിരനോട് നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ആ കൊട്ടാരത്തിലെ ചന്ദനത്തടികൾ, ആ ചന്ദനത്തടികൾ കൊണ്ടുണ്ടാക്കിയ ജനലുകളും വാതിലുകളും ഒക്കെ അതേപടി ആവശ്യപ്പെട്ടാൽ അവനത് തന്നേനെ. പക്ഷെ കർണനോട് അത് ആവശ്യപ്പെടേണ്ട വരുന്നില്ല. ഒന്നാമത് യുധിഷ്ഠിരൻ ചെയ്തത് അവന്റെ നിയമം മാത്രം നടപ്പിലാക്കാൻ, അവന്റെ ധർമ്മം മാത്രം നടപ്പിലാക്കാനാണ് നോക്കിയത്. എന്നാൽ കർണൻ നടപ്പിലാക്കാൻ നോക്കിയത് അവന്റെ സ്നേഹമാണ്, അവന്റെ ആത്മാർത്ഥതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നോമ്പുകാലം നമ്മുടെ ആത്മാർത്ഥതയെ കുറേയും കൂടെ വെല്ലുവിളിക്കുന്നതാകട്ടെ, നമ്മുടെ സ്നേഹത്തെ കുറേയും കൂടെ കൊടുക്കുന്നതാകട്ടെ. അങ്ങനെ മാത്രമേ ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് സൗഖ്യത്തിന്റെ ഒരു നോമ്പുകാലമായി നമുക്കിതിനെ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവാനുഗ്രഹിക്കട്ടെ.